ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. RSS അതിക്രമങ്ങൾക്കെതിരെ CPM നടത്തുന്ന ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ജാഥ ഉദ്ഘാടനം ചെയ്തു. അധികൃതരുടെ അനാസ്ഥ മൂലം പുനലൂരിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. UDF കൌൺസിലർമാരുടെ സമരത്തെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ചിറയുടെ നവീകരണം അവസാന ഘട്ടത്തിൽ. KLDCയുടെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചിറ നവീകരിക്കുന്നത്. വാർത്തകൾ വിശദമായി. RSS അതിക്രമങ്ങൾക്കെതിരെ CPM നടത്തുന്ന ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കമായി. ജാഥ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. RSS അതിക്രമങ്ങൾക്കെതിരെ CPM നടത്തുന്ന 2 പ്രചരണ ജാഥകൾക്കാണ് പുനലൂരിൽ ശനിയാഴ്ച തുടക്കമായത്. ശനിയാഴ്ച വൈകിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റന്മാർക്ക് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പതാക കൈമാറി. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, സംസ്ഥാന സമിതി അംഗം K രാജഗോപാൽ എന്നിവരാണ് മേഖലാ ജാഥയുടെ ക്യാപ്റ്റന്മാർ. RSSനെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിലാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ MA ബേബി വിമർശിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കർഷക ആത്മഹത്യകൾ പെരുകുകയായിരുന്നുവെന്നും MA ബേബി കുറ്റപ്പെടുത്തി. 2014 നരേന്ദ്രമോദി കൃഷിക്കാരുടെ ആത്മഹത്യ കൂടി പറഞ്ഞുകൊണ്ടല്ലേ വോട്ട് നേടിയത്. കോൺഗ്രസ് ഭരണത്തിൽ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. 2,90,000-ഓളം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ഞാൻ വന്നാൽ ഈ കൃഷിക്കാരുടെ ആത്മഹത്യക്കെല്ലാം ശമനമുണ്ടാക്കും, പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് നരേന്ദ്രമോദി വോട്ടുപിടിച്ചത്. നരേന്ദ്രമോദി വന്നിട്ടിപ്പോൾ കൃഷിക്കാരുടെ ആത്മഹത്യയുടെ തോത് മൻമോഹൻ സിംഗ് ഭരണകാലത്തേക്കാളും വർദ്ധിച്ചിരിക്കുന്നു. 40% കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ വ്യവസായങ്ങളിലെയും തൊഴിലാളികളും ഒരുമിച്ച് നടത്തിയ പണിമുടക്കുകളിലൂടെ, പോരാട്ടങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട തൊഴിലവകാശങ്ങൾ, തൊഴിലാളിയെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, ആ തൊഴിലാളിയെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് മുതലാളിമാർക്ക് പണ്ടത്തെ പോലെ തൊഴിലാളികളെ എന്തും ചെയ്യാം, തോന്നുമ്പോ പിരിച്ചുവിടാം,
എന്തെല്ലാമുള്ള നിലയിൽ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കുന്നതോടെ 1.25 ലക്ഷത്തോളം മലയാളികൾക്ക് റേഷൻ നഷ്ടപ്പെടുമെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ ദേശാഭിമാനിയുടെ വരിസംഖ്യ CPM പുനലൂർ ഏരിയ സെക്രട്ടറി S ബിജു MA ബേബിക്ക് കൈമാറി. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി S ബിജു സ്വാഗതം പറഞ്ഞു. S ജയമോഹൻ, MA രാജഗോപാൽ, ജോർജ് മാത്യു തുടങ്ങിയ CPM നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2 മേഖലാ ജാഥകളും 27-ന് കൊല്ലത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി 10,000 മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ആവിഷ്കരിച്ച കെപ്കോ വനിതാമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. ശനിയാഴ്ച രാവിലെ തലവൂർ ഞാറക്കാട് സോജു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കെപ്കോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പദ്ധതികൾ നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അദ്ദേഹവും ഞാനുമെല്ലാം ആലോചിച്ച് തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന മറ്റ് പദ്ധതികൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകൾ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ തന്നെ സ്കൂളിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു. എന്നാൽ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കഴിയത്തക്ക രീതിയിൽ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും എന്നാണ് ഗവൺമെന്റിന് വേണ്ടി MLAയ്ക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും എനിക്ക് അവസരത്തിൽ ഉറപ്പ് നൽകാനുള്ളത്. ചടങ്ങിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S രാകേഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്തെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഭാനുപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. കെപ്കോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ V സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെപ്കോ ചെയർമാൻ S കുട്ടപ്പൻ ചെട്ടിയാർ കോഴിത്തീറ്റകൾ വിതരണം ചെയ്തു. മരുന്നുകളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം S വേണുഗോപാൽ, പത്തനാപുരം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് B അജയകുമാർ, CPI മണ്ഡലം സെക്രട്ടറി GR രാജീവൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു K മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി ദാസപ്പൻ, R വിജയകുമാർ, KR സുരേഷ് കുമാർ, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ആരംഭിച്ച കെപ്കോ വനിതാമിത്രം പദ്ധതിയുടെ ഭാഗമായാണ് തലവൂർ ഗ്രാമപഞ്ചായത്തിൽ 10,000 മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നാടകത്തെ പരിപോഷിപ്പിക്കുന്നതിനായി അഞ്ചലിൽ ഭാസനാടക പഠന കേന്ദ്രം ആരംഭിച്ചു. മുൻ MLA പിരപ്പൻകോട് മുരളി പഠനകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടക സംബന്ധമായ ചർച്ചകൾ, പഠനങ്ങൾ, സെമിനാറുകൾ, രചനാ മത്സരങ്ങൾ തുടങ്ങിയവ നിർവഹിക്കുക വഴി നാടകത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഭാസനാടക പഠനകേന്ദ്രത്തിന്റെ ലക്ഷ്യം. പഠനകേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ഹാളിൽ വെച്ച് മുൻ MLA പിരപ്പൻകോട് മുരളി നിർവഹിച്ചു. ആരോഗ്യം നഷ്ടപ്പെട്ട് ഏതു സമയവും മരണം തന്നെ അദ്ദേഹത്തിന്റെ വാചകം തന്നെയുണ്ട്. എന്റെ ഇടത്തെ കൈ വലത്തെ കൈ മരിച്ചാൽ ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് എഴുതും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വാചകം തന്നെയാണ് ആ കാലത്താണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളും പകർത്തി അതിന്റെ പേരും എല്ലാം എഴുതി ഒരു ട്രങ്കാണല്ലോ ഉള്ളു, ട്രങ്കെന്ന് പറയുമ്പോൾ കയറപ്പെടുന്നത്, അതിനകത്ത് വെച്ച് വെട്ടി കൂട്ടി സീൽ ചെയ്ത് അതിനകത്ത് പെട്ടിയുടെ പുറത്തൊന്നും എഴുതിയിട്ടില്ല, സ്വദേശാഭിമാനിയുടെ വക എന്ന് മാത്രമേ എഴുതി. ഭാസനാടക പഠനകേന്ദ്രം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ തേവന്നൂർ മണിരാജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അഞ്ചൽ ദേവരാജൻ നായർ, പ്രൊഫസർ സാം പനകുന്നേൽ, G രാജ്കുട്ടി, അശോക് കുമാർ, ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് G സുരേന്ദ്രൻ, AR ഉണ്ണിത്താൻ, ഗോപാലകൃഷ്ണപിള്ള, താഴ്വര ഗോപിനാഥ്, അജിത് കൃഷ്ണൻ, P കൃഷ്ണപിള്ള, AS സുലോചന ടീച്ചർ, നെട്ടയം തുളസി, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂരിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയതായി പരാതി. സ്ഥാപനം തന്നിൽ നിന്ന് 4 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതായി ആരോപിച്ച് സ്വകാര്യ വ്യക്തി വാർത്താസമ്മേളനം നടത്തി. മണിയാർ വിളേജ് ഫൈനാൻഷ്യൽസ് എന്ന സ്ഥാപനം 10 വർഷം കൊണ്ട് നിക്ഷേപകരിൽ നിന്നും കോടികൾ സമാഹരിച്ച് വൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഈ ബാങ്കിന്റെ ഉടമസ്ഥനായ സോമനാഥപിള്ള, മക്കളായ വിനോദ് കുമാർ, പ്രസന്നകുമാർ, വിപിൻ കുമാർ,
പ്രവീൺ കുമാർ എന്നിവർ ചേർന്ന് ചിട്ടി ഇടപാടുകളിലൂടെയും സ്വർണ്ണപ്പണയ നിക്ഷേപത്തിലൂടെയും ഡിപ്പോസിറ്റ് നിക്ഷേപത്തിലൂടെയും ആണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സോമനാഥ പിള്ളയുടെ മക്കൾ ഉയർന്ന ഉദ്യോഗത്തിലുള്ളവരാണ്. ഈ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ഇരയായ എനിക്ക് 4,15,000 രൂപയാണ് നഷ്ടമായത്. ഇതിൻ പ്രകാരം ഞാൻ പുനലൂർ പോലീസിനും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനും ബഹുമാനപ്പെട്ട കേരള DGP എന്നിവർക്ക് പരാതി കൊടുത്തിട്ടും എനിക്ക് നീതി ലഭിക്കുന്നില്ല. എന്നെ ചതിച്ച ഇവർക്കെതിരെ നിയമ നടപടികൾ മുമ്പിൽ കൊണ്ടുവരികയും ഇവരെ ശിക്ഷിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ചിട്ടി, സ്വർണ്ണപ്പണയം എന്നീ ഇടപാടുകളിലാണ് വൻതുക തട്ടിയെടുത്തതെന്നാണ് പരാതി. 4,15,000 രൂപയാണ് തന്നിൽ നിന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനം തട്ടിയെടുത്തതെന്ന് തട്ടിപ്പിനിരയായ അഷ്ടമംഗലം സ്വദേശി ഹരികുമാർ പറയുന്നു. മുഖ്യമന്ത്രി, DGP, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഹരികുമാർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ലെന്ന് പരാതിക്കാരൻ അറിയിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ കാർഷിക വികസന ബാങ്ക് 50 കോടി രൂപ വായ്പ നൽകുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് വായ്പ നൽകുക. ബാങ്ക് വൈവിധ്യവും നൂതനവുമായ വായ്പാ പദ്ധതികൾ ഇടപാടുകാരുടെ ആവശ്യമനുസരിച്ച് നടപ്പാക്കി വരികയാണ്. സ്വർണ്ണപ്പണയത്തിന് 7% നിരക്കിൽ വായ്പ നൽകും. പരമാവധി 1 കോടി രൂപ വരെ വ്യക്തിഗത വായ്പയായി നൽകുമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യു അറിയിച്ചു. ആകർഷകമായി മനസ്സിലാക്കി കേരളത്തിലെ പ്രാഥമിക സംഘങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള നിരക്കിൽ നിക്ഷേപം സ്വീകരിക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ വർഷം ആരംഭിച്ചു. നിങ്ങളെല്ലാം അത് മുമ്പ് കൂട്ടിയിട്ടുള്ളതാണ്. മുമ്പ് നിക്ഷേപ സമാധാനം ഉണ്ടായിരുന്നില്ല. നിക്ഷേപ സമാധാനം ബാങ്കായി കാർഷിക വികസന ബാങ്ക് മാറി. അതുപോലെ കാലത്ത് ഏതാണ്ട് 2 കോടിയിലധികം രൂപ നിക്ഷേപമായി സ്വീകരിച്ചത്. നമ്മുടെ പുതിയ താലൂക്കിൽ രൂപീകൃതമായിട്ടുള്ള ബാങ്ക് ഏതാണ്ട് 24,000-ഓളം അംഗങ്ങളാണ് നിലവിൽ ഈ ബാങ്ക് ഉള്ളത്. പത്തനാപുരം താലൂക്കിലെ സഹകാരികൾ അങ്ങോട്ട് മാറ്റപ്പെട്ടതിന് ശേഷം 24,000 ആളുകളാണ് ഈ ബാങ്കിൽ അംഗങ്ങളായി. ഏതാണ്ട് 74 കോടി രൂപയുടെ കടം ഈ താലൂക്കിലെ പുനലൂർ താലൂക്കിലെ ബഹുമാനികളായിട്ടുള്ള കൃഷിക്കാർക്ക് കാർഷിക ആവശ്യങ്ങൾക്കും കാർഷികേതര ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണം, വീട് മെയിൻ്റനൻസ്, വാഹനം മേടിക്കാൻ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട 24 കോടി രൂപ ഇതിനാൽ തന്നെ നമ്മൾ കടമായി നൽകി. നമുക്ക് 3 കേന്ദ്രങ്ങളിൽ നമ്മുടെ താലൂക്ക് പ്രവർത്തിക്കുന്നു. പുനലൂർ ഹെഡ് ഓഫീസ്, 5 ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ 2 വർഷക്കാലം മുമ്പ് ആരംഭിച്ച കളക്ടർ സെന്റർ എന്ന് പറയാൻ ഒരു ചെറിയ സ്ഥാപനം ആരംഭിച്ചു. അത് ഒരു ബ്രാഞ്ചായി ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് അനുമതി കിട്ടുന്ന 3 മാസക്കാലം തന്നെ അയാൾ പുതിയ കെട്ടിടം വാടകയ്ക്ക് എടുത്തു. അവിടെ ഞങ്ങളുടെ ഒരു സബ് ഓഫീസ് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു സബ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മറ്റ് സാമ്പത്തിക ഇടപാടൊന്നും സാധ്യമല്ല. അവർ ഇടപാടുകാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യൽ മാത്രമാണ് സബ് ഓഫീസ്. അവിടെ പണമിടപാട് 5 മണി നടത്താം. കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് നമ്മുടെ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ എല്ലാം ഇടപാടുകൾ കുറെ കൂടെ ഇവിടെ പുല്ല് വേണം, അല്ലെങ്കിൽ 5 വേണം. അപ്പം നിലവിൽ ആര്യങ്കാവ് നമ്മുടെ പ്രദേശമെല്ലാം പുല്ലൂരും കുളത്തൂപ്പുഴ 5-ലുമാണ് ബന്ധപ്പെടുന്നത്. കാർഷിക അനുബന്ധ ജലസേചനം, പൂന്തോട്ട ഔഷധ കൃഷി നിർമ്മാണം, കന്നുകാലി പരിപാലനം, കൂൺ വളർത്തൽ, പട്ടുനൂൽ കൃഷി, ഫ്ലെക്സി ക്രെഡിറ്റ്, ഗ്രാമീണ ടൂറിസം, വിദ്യാഭ്യാസം, വിവാഹ ധനസഹായം, ചെറുകിട വൻകിട വ്യാപാര വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാനും നിലവിലുള്ളവ വിപുലീകരിക്കാനും സഹായം നൽകും. ഭൂമിയില്ലാത്തവർക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കായി ഭൂമി വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനും നിലവിലുള്ളവ പുതുക്കലിനും സ്വർണം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും വായ്പ നൽകും. കാർഷിക ആവശ്യങ്ങൾക്കായി 11% നിരക്കിലും സ്വർണ്ണപ്പണയത്തിന് 7% നിരക്കിലും വായ്പ നൽകുമെന്നും ഗൃഹോപകരണങ്ങൾ വാങ്ങാനും വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിനും
വായ്പ ലഭ്യമാക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. സ്ഥിര നിക്ഷേപങ്ങൾക്കും സമ്പാദ്യ നിക്ഷേപത്തിനും ആകർഷകമായ പലിശ നിരക്ക് നൽകുന്നുണ്ട്. ബാങ്കിന്റെ രണ്ടാമത് വാർഷിക പൊതുയോഗം ഒക്ടോബർ 27 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ബാങ്ക് ഹാളിൽ ചേരും. അംഗങ്ങളുടെ മക്കളിൽ 2015-2016 SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പും അവാർഡുകളും നൽകും. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി അംഗങ്ങൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യും. ബാങ്കിന്റെ പുനലൂർ ഹെഡ് ഓഫീസ്, അഞ്ചൽ ബ്രാഞ്ച്, കുളത്തൂപ്പുഴ സബ് ഓഫീസ് എന്നിവിടങ്ങളിലായി വായ്പാ അപേക്ഷ സ്വീകരിക്കും. മിതമായ പലിശ നിരക്കിൽ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാവിധ വായ്പകളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യു, സെക്രട്ടറി S. രതികുമാർ, ഭരണസമിതി അംഗം S. രാജേന്ദ്രൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. കുണ്ടറ കുടിവെള്ള വിതരണ പദ്ധതി പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയവരുടെ അശ്രദ്ധ മൂലം കുടിവെള്ളം മുട്ടിയത് പുനലൂരുകാർക്ക്. UDF കൌൺസിലർമാരുടെ പുനലൂർ പമ്പ് ഹൌസിന് മുന്നിലെ കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. കുണ്ടറ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ തകരാർ പരിഹരിക്കാനെത്തിയവരാണ് പുനലൂരിലെ കുടിവെള്ള വിതരണത്തിനുള്ള പൈപ്പ് ലൈൻ മുറിച്ചുമാറ്റിയത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായാണ് പൈപ്പ് ലൈൻ മുറിച്ചുമാറ്റിയതെങ്കിലും ഇത് പുനഃസ്ഥാപിക്കാതെ ഇവർ മടങ്ങുകയായിരുന്നു. ഇതോടെയാണ് പുനലൂരുകാരുടെ കുടിവെള്ളം മുട്ടിയത്. 5 ദിവസമായി പുനലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകാതെ വന്നതോടെയാണ് പുനലൂർ നഗരസഭ പവർ ഹൌസ് വാർഡ് കൌൺസിലർ G. ജയപ്രകാശ് വാട്ടർ അതോറിറ്റി കാര്യാലയത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. ഇദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു. ദിവസങ്ങളായും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരവുമായി ജയപ്രകാശ് രംഗത്ത് വന്നത്. പുനലൂരിന് വെള്ളം നൽകാതെ കുണ്ടറയിലേക്കും വെള്ളം നൽകാൻ പാടില്ലെന്ന് ഇദ്ദേഹം അറിയിച്ചു. ഇതോടെ കുണ്ടറയിലേക്കുള്ള പമ്പിങ്ങും നിർത്തിവെച്ചു. ജയപ്രകാശിന്റെ കുത്തിയിരിപ്പ് സമരത്തെക്കുറിച്ചറിഞ്ഞ് മറ്റ് UDF കൌൺസിലർമാരും എത്തിയതോടെ സമരം ശക്തമായി. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ എത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ശനിയാഴ്ച തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചതിനു ശേഷം മാത്രമാണ് ജയപ്രകാശും സംഘവും സമരം അവസാനിപ്പിച്ചത്. പുനലൂരിലെ ഏതാണ്ട് 9 വാർഡുകളുടെ കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ കുടിവെള്ളം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളം തടസ്സപ്പെടുത്തിയിട്ട് കൊല്ലത്ത് മറ്റു ചില പഞ്ചായത്തുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നു. 5 ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലത്തെ ഒരു പഞ്ചായത്തിലേക്കുള്ള വാട്ടർ സപ്ലൈ ഇവിടെ നിന്നെടുക്കുന്ന വെള്ളം ആ പൈപ്പ് പൊട്ടിയപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ റിപ്പയറിംഗ് പണി നടത്തിയപ്പോൾ പുനലൂരിലെ 9 വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് പൊട്ടി. ആ പൈപ്പ് റിപ്പയർ ചെയ്യാതെ അതങ്ങനെ വിട്ടിട്ട് അത് അടച്ചു വെച്ചിട്ട് ഈ അവരുടെ മേഖലയിലേക്ക് കൊണ്ടുവന്ന പമ്പിംഗ് പുനഃസ്ഥാപിക്കുകയും ആ റിപ്പയർ വർക്ക് നടത്തി വെള്ളം കൊണ്ടുപോവുകയും ചെയ്തു. 5 ദിവസമായിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആകുമ്പോൾ 5 ദിവസം, ഇന്ന് ശനിയാഴ്ച ആകുമ്പോൾ 5 ദിവസമാകുകയാണ് 9 വാർഡുകൾ ഈ നഗരസഭയുടെ തെക്കൻ പ്രദേശങ്ങളിലെ 9 വാർഡുകളിലെ കുടിവെള്ളം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് നിരവധി തവണ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ഒരു ചെറുവിരൽ അനക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും മറ്റിവിടുത്തെ നാട്ടുകാരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല.
രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയം വരെ ആരും ഇവിടെ എത്താൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം പുനലൂരിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് അന്യ പഞ്ചായത്തുകളിലേക്ക് അടുത്തുള്ള നിയോജകമണ്ഡലങ്ങളിലേക്ക് എല്ലാം വെള്ളം കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ കാണാം. ഇവിടെ ഈ പമ്പിംഗ് ഹൗസിന്റെ മുൻപിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനം അടുത്തുള്ള ഒരു പഞ്ചായത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കൊണ്ടുപോകേണ്ടതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നിൽക്കുന്ന ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിലവിലുള്ള മോട്ടോറുകളുടെ കാര്യശേഷി ഇരട്ടി വർദ്ധിപ്പിക്കുകയാണ്. ഉള്ള വെള്ളം കൂടി പമ്പ് ചെയ്തുകൊണ്ട് പോകും. ഈ ഉണക്ക് വരുമ്പോഴത്തേന് പുനലൂർക്കാരുടെ ഗതി വീണ്ടും അധോഗതിയാകാൻ പോവുകയാണ്. ഇതിനൊന്നും പരിഹാരം കാണുവാൻ വേണ്ടി അധികാരികളുടെ കണ്ണോ കാതോ ഒന്നും തുറക്കുന്നില്ല. ഇത് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് വലിയ സമരങ്ങളുമായിട്ട് പോകാൻ ഞങ്ങൾ പ്രേരിതരാകുമെന്നാണ് ഇവിടെ സൂചന നൽകാനുള്ളത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരായ സാബു അലക്സ്, വിളയിൽ സഫീർ, യമുന സുന്ദരേശൻ എന്നിവരും കോൺഗ്രസ് നേതാക്കളായ കരിക്കത്തിൽ പ്രസന്നൻ, ഷൈജു വർഗീസ്, ബി സുരേഷ് തുടങ്ങിയവരും സമരത്തിൽ സന്നിഹിതരായി. ലൈവ് വാർത്ത പുനലൂർ. കടയ്ക്കൽ കുറ്റിക്കാട് ക്ഷീരോത്പാദന സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയം. വനിതാ സംവരണ വിഭാഗത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. കുറ്റിക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് LDF പാനൽ നേടിയത്. 5 ജനറൽ സീറ്റിലും LDF പ്രതിനിധികൾ വിജയിച്ചു. 3 വനിതാ സംവരണ വിഭാഗ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മിൽമ ചടയമംഗലം മേഖലാ ഓഫീസർ സനൽ വരണാധികാരിയായി. 24 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് കുറ്റിക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം. ശശിധരക്കുറുപ്പ്, S ശശി, ഭാർഗവൻപിള്ള, K സുകുമാരൻ, ശൈലജ എന്നിവരാണ് ജനറൽ വിഭാഗത്തിൽ വിജയിച്ചത്. വനിതാ സംവരണ വിഭാഗത്തിൽ ജയചിത്രയും സുജയും LDF പ്രതിനിധികളായി വിജയിച്ചപ്പോൾ UDF പ്രതിനിധിയായി പ്രീതയും വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. നരിക്കൽ ബഥേൽ MTSS UP സ്കൂളിന്റെ നവതി ആഘോഷ പരിപാടികൾ സമാപിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ സമാപനമാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നവതി സ്മരണയുടെ പ്രകാശനവും സംസ്ഥാന വനവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. സർക്കാരിന്റെ ഔദ്യോഗിക സർക്കുലറായി തന്നെ താഴോട്ട് ആ സമിതികൾ കാര്യക്ഷമമായി ഇടപെട്ടാണ്. ഇത് സഭയുടെ മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളാണ്, അതുകൊണ്ട് മാനേജ്മെന്റ് ചെയ്യട്ടെ എന്നുള്ളതല്ല. എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പഠിക്കുന്ന ഈ നാട്ടിന്റെ മക്കളാണ്, ഈ നാട്ടിന്റെ കുഞ്ഞുങ്ങളാണ്, ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമാണിത്. 90 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂള് ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അന്ന് പള്ളിക്കൂടത്തിൽ പോകില്ലായിരുന്നു, അക്ഷര വെളിച്ചം കാണില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് 90 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാലയം ആരംഭിച്ചു. ആ വിദ്യാലയത്തിന്റെ പ്രയോജനമുണ്ടാക്കിയ ആളുകളാണ് ഇവിടെയുള്ളവർ. സ്വാഭാവികമായിട്ടും ആ വിദ്യാലയം അതൊരു സഭയുടെ വിദ്യാലയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് വിദ്യാലയമാണ് എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ കണ്ട് മാറി നിൽക്കലല്ല, മറിച്ച് ചടങ്ങിൽ മാർത്തോമ സഭാധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായി. സ്കൂൾ ഹെഡ്മാസ്റ്റർ P ജോസ് അമ്പലക്കര സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് J ഫിലിപ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത മാത്തുക്കുട്ടി, സ്കൂൾ മാനേജർ സൂസൻ മാത്യു, ഇടവക വികാരി ജോർജ് വർഗീസ്, ഈപ്പൻ ചെറിയാൻ, ഫാദർ ജോൺ കിഴക്കേക്കര, സരോജിനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ധീരജവാന്മാരോടൊപ്പം അവരുടെ കുടുംബങ്ങളും ആദരിക്കപ്പെടണമെന്ന് MP കൊടിക്കുന്നിൽ സുരേഷ്. കോട്ടവട്ടം HS-ൽ ധീരജവാൻ ജോസ് തരിയന്റെ സ്മൃതിമണ്ഡപ അനാച്ഛാദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് അവരോടുള്ള ആദരവ് വർദ്ധിക്കുന്നു, ജവാന്മാരുടെ കുടുംബത്തോടുള്ള നമ്മുടെ കടപ്പാട് വർദ്ധിക്കുന്നു. തീർച്ചയായും രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തികളിൽ കാവൽ കിടക്കുന്ന മഴയും പ്രതികൂലമായ കാലാവസ്ഥ, മഴയും വെയിലിനെയും മറ്റ് പ്രതികൂലമായ കാലാവസ്ഥയും ഒക്കെ തിണവൾ കടിച്ചുകൊണ്ട് തന്റെ രാജ്യമാണ് വലുത്, തന്റെ രാജ്യത്തെ 125 കോടി ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല എന്ന ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ അതിർത്തികളിൽ മഞ്ഞും മലയും ചവിട്ടി അതിർത്തികളിൽ നമ്മുടെ ശത്രുക്കൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ, അവർ തീർച്ചയായും നമ്മുടെ അഭിമാന പാദനങ്ങളാണ്. അവർ എന്നും നമുക്ക് അഭിമാനം നൽകുന്നു. അവര് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശീതീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നാം ഒരുമിച്ച് പോരാടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ നേതൃത്വം നൽകുന്ന ജവാന്മാർ, അവർ നമ്മുടെ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ്. അവരുടെ കുടുംബങ്ങൾ, ധീര രക്തസാക്ഷിത്വം വരിച്ച ശ്രീ ജോസ് തരീനെ പോലെയുള്ള ജവാന്മാരുടെ കുടുംബങ്ങൾ, അവർ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ട ആ നഷ്ടത്തെക്കുറിച്ച് അവർക്കൊരിക്കലും ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അവരുടെ നഷ്ടം നികത്താനാവാത്തതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
2002 സെപ്റ്റംബർ 22 കാശ്മീരിലെ മംഗോളിയയിൽ തീവ്രവാദികളെ നേരിടുന്നതിനിടയിലാണ് ജോസ് തരിയൻ വീരമൃത്യു മരിച്ചത്. ജോസ് തരിയന്റെ മാതൃവിദ്യാലയമായ കോട്ടവട്ടം HS സ്മൃതി മണ്ഡപം പുനലൂർ ASP കാർത്തികേയൻ ഗോകുൽചന്ദ്രൻ അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് മീന SP അധ്യക്ഷയായി. BSF സബ് ഇൻസ്പെക്ടർ ഷാജി M മുഖ്യപ്രഭാഷണം നടത്തി. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BG ഉജ്ജലകുമാർ, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ പ്രഭ, ഗ്രാമപഞ്ചായത്ത് അംഗം അജി തങ്കച്ചൻ, കോട്ടവട്ടം ഇടവക പള്ളി വികാരി ഫിലിപ്പോസ് പെരുമുറ്റത്ത്, GS നായർ, മുൻ HM K സന്തോഷ് കുമാർ, അധ്യാപകരായ AG അജിത് കുമാർ, V കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും അടങ്ങി നിരവധി പേർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ചിറയുടെ നവീകരണം അവസാന ഘട്ടത്തിൽ. KLDCയുടെ സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചിറ നവീകരിക്കുന്നത്. കാവുകളും കുളങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സഹസ്ര സരോവർ പദ്ധതിയുടെ ഭാഗമായാണ് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ ചിറ നവീകരിക്കുന്നത്. 1,45,00,000 രൂപയാണ് നവീകരണ ചെലവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറ പൂർണ്ണതോതിൽ നവീകരിക്കുന്നത് തന്നെ ആദ്യമാണ്. സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ചേറ് കോരുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേറ് പൂർണ്ണമായും കോരിക്കഴിയുന്നതോടെ ചിറ പൂർണ്ണതോതിൽ ശുചീകരിക്കാൻ കഴിയും. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ചിറ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മർഫി പറഞ്ഞു. KLDCയുടെ സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ കടയ്ക്കൽ ക്ഷേത്രത്തിന്റെ ചിറ നവീകരണം തുടങ്ങിയത്. ഏകദേശം 1,45,00,000 രൂപയുടെ വർക്കാണ് നടക്കുന്നത്. ചുറ്റുമതിലെല്ലാം കെട്ടി പൂർത്തീകരിച്ച് ഇനിയിപ്പം ചേറ് കോരി തീരുന്നതോടുകൂടി ചിറ പൂർവ്വസ്ഥിതിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ
9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ് അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ് അഞ്ചൽ. സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും വേർതിരിവില്ലാതെ പ്രവർത്തിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകൂ എന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. സ്കൂളുകളുടെ പുരോഗതിക്കായി പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും വേർതിരിവില്ലാതെ തുല്യ പരിഗണനയോടെ മുന്നോട്ടു പോയാൽ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകൂവെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഇതുതന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മേഖല നാം എടുത്ത് പരിശോധിച്ചാൽ സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് സ്കൂളുകളും ഈ രണ്ടും യഥാർത്ഥത്തിൽ ഒരേ രീതിയിലുള്ള പരിഗണന അർഹിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. MP, MLA, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ എന്നിവ സർക്കാർ സ്കൂളുകൾക്കാണ് ലഭിക്കുന്നതെന്നും ഇത് എയ്ഡഡ് സ്കൂളുകളെ പിന്നോട്ടടിച്ച് വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഉപകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതിനാൽ മന്ത്രി എന്ന നിലയിൽ എയ്ഡഡ് സ്കൂളുകൾക്കും സർക്കാർ സ്കൂളുകൾക്കും തുല്യ പരിഗണന നൽകണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പക്ഷേ കേരളത്തിൽ MLA ഫണ്ട് ആരംഭിച്ച കാലം മുതൽ MLA ഫണ്ട് ഒരു നിബന്ധനയുണ്ട്. MLA ഫണ്ട് നൽകേണ്ടത് സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഈ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള എന്റെ അഭിപ്രായം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സ്മാർട്ട് ക്ലാസുകൾ സർക്കാർ ചെലവിൽ നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സമിതികൾ രൂപീകരിക്കണമെന്നും ഇതിന്റെ സർക്കാർ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ സ്കൂളുകളിൽ എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ഇനി ബിസിനസ് വാർത്ത. ഉപഭോക്താക്കൾക്കായി അഞ്ചൽ അഗസ്തികോട് ശിവ ഫർണിച്ചർ മാർട്ടിൽ പ്രത്യേക ഓഫറുകൾ ആരംഭിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ മുന്നോടിയായാണ് ഓഫറുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി തന്നെ വൈവിധ്യമാർന്ന ഓഫറുകളാണ് ശിവ ഫർണിച്ചർ മാർട്ടിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മേൽത്തരം കമ്പനികളുടെ മെത്തകൾക്ക് 40% വരെയാണ് വിലക്കുറവ്. തടി ഫർണിച്ചറുകൾക്ക് 20% വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് അനേക സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നു. സ്പ്രിംഗ് ബെഡുകൾ ഉൾപ്പെടെ മേൽത്തരം എല്ലാ കമ്പനി മെത്തകൾക്കും 30 മുതൽ 40% വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഈ ഓഫർ ഡിസംബർ 31 വരെ. കൂടാതെ ഇവിടെ നിന്നും തടി ഫർണിച്ചറുകൾക്ക് 20% വരെ വിലക്കുറവിൽ ലഭിക്കുന്നു. വൈവിധ്യമാർന്ന സ്റ്റീൽ, തടി ഫർണിച്ചറുകളുടെ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബിസിനസ് ന്യൂസ് ലൈവ് വാർത്ത. പ്രധാന വാർത്തകൾ വീണ്ടും. RSS അതിക്രമങ്ങൾക്കെതിരെ CPM നടത്തുന്ന ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ തുടക്കം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ജാഥ ഉദ്ഘാടനം ചെയ്തു. അധികൃതരുടെ അനാസ്ഥ മൂലം പുനലൂരിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. UDF കൌൺസിലർമാരുടെ സമരത്തെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ചിറയുടെ നവീകരണം അവസാന ഘട്ടത്തിൽ. KLDCയുടെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചിറ നവീകരിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവാർത്ത.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേര് പറയണം. മുഴന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.